കായൽ സൗന്ദര്യം ആസ്വദിക്കുന്ന സഞ്ചാരികൾക്ക് ഇടയിൽ ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സി സർവീസ് ഹിറ്റാവുകയാണ്. പരീക്ഷണ യാത്ര തുടങ്ങിയിരിക്കുന്ന വാട്ടർ ടാക്സി സർവീസ് ഉല്ലാസയാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ കായൽ സൗന്ദര്യം കൂടി ആസ്വദിച്ചിട്ടായിരിക്കും തിരിച്ചു പോവുക. വിനോദസഞ്ചാരികൾക്ക് ഇടയിൽ ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സി സർവീസ് ഹിറ്റാവുകയാണ്. സ്വകാര്യ ഏജൻസികൾ ഒരാൾക്ക് 200 രൂപ മുതൽ 250 രൂപ വരെ ഈടാക്കുമ്പോൾ 100 രൂപ മാത്രമാണ് ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സി നിരക്ക്. പാതിരാമണലിലെ ഉൾക്കാഴ്ചകൾ കാണുവാനും അവസരം ഒരുക്കിയാണ് യാത്ര ഉള്ളത്. ഒരു തവണ 10 മുതൽ 15 പേരെ വരെ വഹിക്കാവുന്ന വാട്ടർ ടാക്സി സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ മുഹമ്മ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സർവീസ് നടത്തുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും തിരിച്ചും കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നും AC ലോ ഫ്ലോർ ബസ് സർവീസ് ആരംഭിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് KSRTC അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. കോഴിക്കോട് നിന്നും ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കും 6 മണിക്കുമായി 3 സർവീസുകളാണ് നെടുമ്പാശ്ശേരി വഴി എറണാകുളത്തേക്ക് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 3 മണിക്കും 4 മണിക്കും 5 മണിക്കുമാണ് എറണാകുളത്തു നിന്നും നെടുമ്പാശ്ശേരി വഴി കോഴിക്കോട്ടേക്കുമുള്ള സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ബസ് കോഴിക്കോട്ടേക്ക് പുറപ്പെടുക രാവിലെ 3:45, 4:45, 5:45 എന്നീ സമയങ്ങളിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടുക രാത്രി 7:10, 9:10, 11:10 എന്നീ സമയങ്ങളിലായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. www.onlinekrsrtc.com എന്ന വെബ്സൈറ്റ് വഴിയും എൻ്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് KSRTC കോഴിക്കോട് നമ്പറിലും എറണാകുളം നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് മുത്തങ്ങ ദേശീയപാത വികസനത്തിലുള്ള പദ്ധതി തയ്യാറാക്കൽ വേഗത്തിലാക്കുവാൻ സംസ്ഥാനം ഇടപെടുന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. മലപ്പറമ്പ് പുതുപ്പാടി മുത്തങ്ങ എന്നീ 2 റിച്ചുകളായാണ് പദ്ധതി രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. മലപ്പറമ്പ് പുതുപ്പാടി 35 കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുന്നത്. പുതുപ്പാടി മുത്തങ്ങ 77.8 കിലോമീറ്ററും വികസിപ്പിക്കും. ഈ റോഡ് 4 വരിപ്പാതയായി വികസിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ 3 ഹെയർപിൻ വളവുകൾ വികസിപ്പിക്കുന്നതിന് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്ന് കേന്ദ്രത്തിനോട് വീണ്ടും ആവശ്യപ്പെടുവാനും തീരുമാനിച്ചിട്ടുണ്ട്.